ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കറ്റത്ത് ക്ലിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ ഹരീഷും സുധീഷും കൂടി റോഡിന്റെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സുധീഷ് നമ്മളെ നിധിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സ്നേഹം പിടിച്ചു പറ്റുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണെന്നൊക്കെ ഹരീഷ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ടോ, ഓ അപ്പം നിന്നോട് നീതു ചെയ്തത് എന്താണ്, അവള് നിന്റെ സ്നേഹം പിടിച്ചു പറ്റില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏയ് നീതുവിന്റെ കേസ് അങ്ങനെയല്ല, അവൾ അങ്ങനെ കള്ളത്തരങ്ങളൊന്നും ചെയ്തിട്ടല്ലല്ലോ എൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയത്. സുധീഷേട്ടൻ എന്താ ചെയ്യുന്നത്, ഒരുപാട് നുണകളൊക്കെ പറഞ്ഞ് അതും ഇതൊക്കെ ചെയ്ത് ആധാർ കാർഡൊക്കെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്, അതൊക്കെ തെറ്റല്ലേ. അപ്പം അങ്ങനെയൊന്നും ഒരാളെ സ്നേഹം പിടിച്ചു പറ്റാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. സുധീഷ് ഒരു കണക്കിന് വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. എന്തായാലും അവർ കാണാൻ വന്നിരുന്നത് ബ്രോക്കറെ ആയിരുന്നു. സുഭാഷേന്റെ കല്യാണത്തെക്കുറിച്ച് അവരും ഒന്ന് ശ്രമിക്കുന്നുണ്ട്. നിധി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ബ്രോക്കർ വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പിന്നെ ഒരു ആലോചനയും കൊണ്ടുവരാഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബ്രോക്കറെ. എന്തായാലും ബ്രോക്കറോട് ഇനി നല്ല ആലോചനകൾ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബ്രോക്കർ പറയുന്നത് ഞാൻ ആലോചനകൾ കൊണ്ടുവരും, പക്ഷേ അത് ഇങ്ങനെ അന്വേഷണത്തിൽ പോകുന്നതാണ്, അതെന്റെ തെറ്റല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സുധീഷും പറയുന്നുണ്ട്, ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല, സുഭാഷേട്ടന്റെ കല്യാണം കൂടി ഉള്ളൂ, സുധീഷിന്റെ കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഹരീഷിന്റെ ഏകദേശം ശരിയായിട്ട് നിൽക്കുകയാണ്, അപ്പൊ ഇനി സുഭാഷേട്ടൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നികേഷ് കൊച്ചാണല്ലോ, എന്തായാലും നോക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു കൈക്കൂലിയൊക്കെ കൊടുക്കുന്നുണ്ട്, പെട്രോളിന്റെ പൈസയൊക്കെ അയാൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൾ വന്നതിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മളെ അഖിൽ വരുന്നുണ്ട്. അഖിൽ ഇങ്ങനെ നടന്നു വരുന്നത് നമ്മളെ സുധീഷ് കാണും കേട്ടോ. എടാ നിന്റെ അളിയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു വഴക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അവള് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, ഇപ്പോഴും ഞങ്ങൾക്ക് വേണമെങ്കിൽ അവളെ പിടിച്ചു നിർത്താം, എന്തായാലും നിന്റെ അടുത്തേക്ക് അവളെ ഞാൻ പറഞ്ഞയക്കില്ല, നിനക്ക് ഒരിക്കലും കല്യാണം കഴിപ്പിച്ച് തരില്ല എന്നൊക്കെ ഹരീഷിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, ഞാനാണ് അവളെ അവിടെ കൊണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനും എനിക്ക് നന്നായിട്ട് അറിയാം, അവളെ മേല് കയ്യോ കാലോ വെക്കാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭീഷണി വിടുത്തുന്നുണ്ട്. എന്തായാലും ഒരു ചെറിയ വഴക്കൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഖില് നേരെ വീട്ടിൽ പോയിട്ട് ആ ഒരു ദേഷ്യം തീർക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നീതു ടി വി കാണുമായിരുന്നു, പാട്ടൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ടി വി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മളെ അഖിൽ വന്ന് ടി വി ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ടി വി ഓഫ് ചെയ്തത്, നീ പാട്ട് വെക്കുമ്പോൾ ഇതിനേക്കാൾ സൗണ്ട് ഉണ്ടാവാറുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീതുവിന് ഇപ്പൊ പോലീസുകാരോടൊക്കെ പറഞ്ഞൊരു ധൈര്യം ഉണ്ട്, എന്തെങ്കിലും ഇവർ ഇനിയും ചീത്ത വിളിക്കുകയാണോ അതോ അടിക്കുകയൊക്കെ ആണെങ്കിൽ ഇനിയും പോലീസുകാരെ വിളിക്കുക, അപ്പോൾ അവളുടെ ഭാഗത്ത് പോലീസുകാർ ഉണ്ടാവും എന്നൊക്കെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെ വീട്ടുകാരോട് നന്നായിട്ട് അവളിപ്പോൾ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നെ നിനക്ക് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ, ചീത്ത വിളിക്കണമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അഖിലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അച്ഛനും അമ്മയും കൂടി കൺട്രോൾ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഇനിയും കേസ് കൊടുക്കും, അതുകൊണ്ട് വേണ്ടടാ, വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ എന്തായാലും ഒന്നിനായിട്ട് ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്, അപ്പോൾ അവളോട് കളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവർക്കും അവളോട് ഭയങ്കര ദേഷ്യമുണ്ട്. അത് അവൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്, പോലീസ് കേസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അങ്ങനെ അഖില് അവളെ സ്റ്റൂൾ എടുത്ത് അടിക്കാൻ നിൽക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യം കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്തൊക്കെ നമ്മളെ നീതു ഈ ഒരു അവസരം മുതലെടുക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതായത് അഖില് പറയുന്നുണ്ട് അവൾ ഇന്നും ഹരീഷിനെ കാണാൻ പോയിരുന്നു എന്ന്. അന്നേരമാണ് വീട്ടുകാർ അറിയുന്നത് കേട്ടോ. അവൾ ആ സമയത്ത് വീണ്ടും ഒരു തർക്കുത്തരം പോലെ പറയുന്നുണ്ട്, ഞാൻ ഇന്നും പോയിരുന്നു, ഇന്നലെയും പോയിട്ടുണ്ട്, മിനിയാന്നും പോയിട്ടുണ്ട്, ഇനി നാളെയും പോകും, ഞാൻ എന്നും പോകും, കാണും, സംസാരിക്കും, അതിലൊന്നും യാതൊരുവിധ കുറവുമില്ല, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തർക്കുത്തരം പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. പഴയതുപോലെ ഇനി നീതുവിനെ അടിക്കാനൊന്നും പറ്റില്ല, എന്തായാലും അതൊക്കെ ഇനി വലിയ പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ സുഭാഷേട്ടന്റെ കല്യാണം കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകിട്ട് നമ്മൾ ഹരീഷ് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് മുറ്റത്ത് നടക്കുന്നുണ്ട്. സുധീഷും ഭയങ്കര കോളിങ്ങിലാണ്. ഇതൊക്കെ കണ്ടിട്ട് നിധിയും നികേഷും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, രണ്ടാളും മത്സരിച്ച് കോൾ ചെയ്യാണല്ലോ. നിധി നികേഷിന്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടു. അങ്ങനെ കോളിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന ഹരീഷിനെ നികേഷ് കളിയാക്കുന്നുണ്ട്. ഏട്ടാ ഈ ഒരു പിന്നെന്താ വേറെന്താന്നുള്ള ചോദ്യം കേട്ട് കേട്ട് മടുത്തോ, ഒന്ന് മാറ്റി പിടിച്ചൂടെന്ന് പറയുമ്പോൾ, ഓ നീ ചെവിടെ ഒത്ത് ഇരിക്കുകയായിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു നീ ഉറങ്ങി കാണുന്നു, ഇനി റോഡിൽ പോയിട്ട് വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹരീഷ് നീതുവിനെയാണ് വിളിച്ചത്. അന്നേരവും നമ്മുടെ സുധീഷിന്റെ കോളിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ, സുധീഷ് ആർക്കാണ് വിളിച്ചത് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുധീഷ് വന്നപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് ആർക്കായിരുന്നു കോളിംഗ് എന്ന്. അത് ആ ബ്രോക്കർ വിളിച്ചതാണ്, ഒരു കല്യാണത്തിന്റെ കാര്യം ശരിയായി വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് ആദ്യം ചെറുക്കന്റെ ജാതകം കാണണം എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇവർക്ക് ജാതകം ഉണ്ടോ ഇല്ലയെന്ന് വരെ ഇവർ ചിന്തിക്കുന്നത്. അന്നേരം തന്നെ ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ, അതിന് നമുക്ക് ജാതകമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ, എന്തായാലും നമുക്ക് സുഭാഷ് ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന്. അങ്ങനെ സുഭാഷ്
സുഭാഷേട്ടൻ പണി കഴിഞ്ഞ് വരുന്നുണ്ട്. സുഭാഷേട്ടനോട് ഇനി ജാതകത്തിന്റെ കാര്യം സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ സുഭാഷേട്ടന് വേണ്ടിയിട്ടാണ് ജാതകത്തിന്റെ കാര്യം ചോദിക്കുന്നതെന്ന് പറയണ്ട, വേറെന്തെങ്കിലും ഒരു രീതിയിൽ പറയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് ജാതകം ചോദിക്കുന്നുണ്ട്. എന്തിനാടാ ഇപ്പൊ ജാതകം എന്നൊക്കെ ചോദിക്കുമ്പോൾ വെറുതെ ഒരു തട്ടുകൂട്ട് കള്ളത്തരൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കറിയില്ല, ജാതകമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഇനി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് അച്ഛനോട് ചോദിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെളിയിൽ ബീഡി വലിച്ചിരിക്കുന്ന അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്, അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് സുഭാഷേട്ടൻ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അച്ഛൻ അതിനെന്തൊക്കെയോ തർക്കുത്തരം പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ജാതകത്തിന്റെ കാര്യം സുധീഷും ഹരീഷും കൂടിയൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം തന്നെ ഓപ്പോസിറ്റ് മറുപടിക്കായിട്ടാണ് അച്ഛൻ വരുന്നത്. എന്തായാലും ആ ഒരു സംസാരത്തിൽ തന്നെ മക്കൾക്ക് എന്തായാലും ജാതകം ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു തലവിധി പോലെ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്നും ജനിച്ചത് നല്ല സമയത്തല്ല, നിങ്ങൾക്കൊന്നും ഒരു കല്യാണ യോഗ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടില്ല, അങ്ങനെ ഫുൾ നെഗറ്റീവാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും നല്ലൊരു ജീവിതമൊന്നും ഇല്ല എന്നുള്ള ലെവലിലാണ് ഭാസ്കരനച്ഛൻ സംസാരിക്കുന്നത് കേട്ടോ. സംഭവമാണെങ്കിൽ ജാതകം പോലും ഒരു കുട്ടിക്കും ഇല്ല, ഒരാളുടെ സമയവും ശരിയല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് ആർക്കും ആ ഒരു ജാതകത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഒരു അത്യാവശ്യമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മളെ സുധീഷ് ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യും, ജാതകത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുക, നമുക്കൊന്നൊരു കള്ള ജാതകം ഉണ്ടാക്കിയാലോ, സുഭാഷേട്ടന് വേണ്ടി ഒരു ജാതകം ഉണ്ടാക്കിയാലോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ നിധിയും അതുപോലെ തന്നെ ഹരീഷും പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഒന്നും ശരിയാവില്ല, കള്ള ജാതകം എങ്ങനെ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു രീതിയിൽ, അതായത് സുഭാഷേട്ടന്റെ ജാതകം ഏതൊരു ആൾക്കും ഒത്തുപോകുന്ന രീതിയിൽ, എല്ലാം പോസിറ്റീവായ രീതിയിൽ രാജയോഗമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കള്ള ജാതകം ഉണ്ടാക്കുക, എന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറയുമ്പോൾ നികേഷ് പറയും, ഇത് ശരിയാ, നല്ലൊരു ഐഡിയ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിധിയും പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിഞ്ഞാൽ മതി, ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും സുഭാഷേട്ടൻ എന്തായാലും ആ പെൺകുട്ടിയെ പൊന്നു പോലെ നോക്കുമല്ലോ, അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് യാതൊരുവിധ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഐഡിയ സെറ്റാക്കി എന്ന് വിചാരിച്ചിട്ട് ഇവര് ഹരീഷും അതുപോലെ തന്നെ സുധീഷും കൂടി ഒരു പണിക്കരെടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്കൊരു ജാതകം വേണം, ഏട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അയാൾ സ്വാഭാവികമായിട്ടും ജനിച്ച സമയവും തീയതിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് തീയതി അറിയാം, പക്ഷേ സമയമൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ജാതകം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എന്തായാലും സുധീഷ് വന്ന പർപ്പസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ ഒരു ജാതകമല്ല വേണ്ടത്, തീയതി വെച്ചിട്ട് എല്ലാ നല്ല കാര്യങ്ങളും ഉൾക്കൊള്ളിപ്പിച്ചിട്ട്, അതായത് എന്തൊക്കെ യോഗങ്ങളുണ്ടോ നിങ്ങളതിൽ, ആ യോഗങ്ങളൊക്കെ രാജയോഗം അങ്ങനെയുള്ള എല്ലാ യോഗങ്ങളും ഉൾക്കൊള്ളിപ്പിച്ച് ഏതൊരു പെണ്ണിന്റെ ജാതകവുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി ജാതകം ഉണ്ടാക്കി തരണം, എത്ര വേണമെങ്കിലും അതിന് കാശ് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ പണിക്കർ സമ്മതിക്കുന്നില്ല, ഇതിന്റെ പിന്നിലൊരു സത്യമുണ്ട്, ഇത് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് സുധീഷ് സമ്മതിക്കുന്നില്ല. അവസാനം സുധീഷ് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ എല്ലാവരോടും പറയും. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതൊക്കെ എന്തായാലും വിശ്വസിക്കും, അതോടുകൂടി നിങ്ങളെ പണി പോകും, അതുകൊണ്ട് വെറുതെ അതിനൊന്നും നിൽക്കണ്ട, ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു ജാതകം ഉണ്ടാക്കി തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഹരീഷിന് ഇതൊക്കെ കേട്ടിട്ട് പേടിയാവുന്നുണ്ട്, എന്തിനാ സുധീഷേട്ടൻ എങ്ങനെയൊക്കെ പറയുന്നുള്ള ലെവലിൽ സുധീഷിന്റെ കൈയൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടൻ്റെ കല്യാണം ശരിയാവാത്ത ഒരു സങ്കടത്തിലാണ് സുധീഷേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ എന്തായാലും നല്ലൊരു ജാതകം ഉണ്ടാക്കി തരണം, പൈസയൊക്കെ ഞങ്ങൾ തരാം, ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെയുള്ള കുറച്ച് താഴ്മയായിട്ടുള്ള രീതിയിലാണ് ഹരീഷ് സംസാരിക്കുന്നത് കേട്ടോ. പക്ഷെ അയാൾക്ക് ഭയങ്കര പേടി, കാരണം ഇതിന്റെ പിന്നിലൊക്കെ ഒരു സത്യമുണ്ട്, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും, പിന്നെ ഇത്രയും കാലം ഈ ജോലിയോട് ചെയ്യുന്ന ഒരു കൂറില്ലാതായി പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ ഒരു പേടിയുണ്ട്. കാരണം ജാതകം എന്നൊക്കെ പറയുമ്പോൾ അത്രയും സത്യത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിലിങ്ങനെ കള്ളത്തരങ്ങളൊന്നും ഇതിനു മുൻപ് ചെയ്ത് അയാൾക്ക് പരിചയവുമില്ല. പക്ഷെ അയാൾ ഒരു ആലോചനയിലാണ്, ഹരീഷ് പറഞ്ഞപ്പോൾ വേണയോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ്. എന്തായാലും ഇങ്ങനെ ഒരു കള്ളജാതകം ഉണ്ടാക്കി കഴിഞ്ഞാൽ സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുമെന്നൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത്. ആ വിശ്വാസം എന്തായാലും സത്യമായി തീരട്ടെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം, സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുകയില്ലയോ, ഇവരുടെ ജാതകത്തിൻ്റെ കാര്യം ഓക്കെ ആവുമോ എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.